പ്രവൃത്തിയില്ലാത്ത ഈ പയ്യൻ പ്രതി. പ്രതിയുടെ പേരിലുള്ള കുറ്റം? ഒരു മഹാഭാഗ്യം വന്നിട്ടും പ്രതി അത് വലിച്ചെറിഞ്ഞ് തന്നെയും സ്നേഹിക്കുന്നവരെയും സമൂഹത്തെയും വഞ്ചിക്കുന്നു. മിസ്റ്റർ രഘുനാഥ്, ദിസ് ഈസ് an unpardonable crime. ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്കിൾ, പിന്നെ ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നോ അങ്കിൾ ബിസിനസ് ഹിയർ. ഓണറബിൾ കോർട്ട്. Objection sustained. No bloody uncle business here. I am the judge. Proceed. മിസ്റ്റർ രഘു, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരല്ലേ മിസ്റ്റർ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിന്റെ മകൾ ശോഭയും? അതെ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കടപ്പെട്ടവരല്ലേ അവർ? അതെ. അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നത് നന്ദികേടല്ലേ? അതെ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഒരു ചെറുപ്പക്കാരൻ ചില നിസ്സാര കാരണങ്ങൾ കാണിച്ച് തന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നവർക്ക് അഭിമാനവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഉയർന്ന വിദ്യാഭ്യാസം നിരസിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, അനീതിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. രണ്ടു കൂട്ടരുടെയും വാദം കേട്ട ശേഷം പ്രതി മനഃപൂർവ്വം കുറ്റം ചെയ്തതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയെ അമേരിക്കയിലേക്ക് ശിക്ഷയായി 3 വർഷത്തേക്ക് നാളെ കടത്തിയിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. The court adjourned. രഘു, എന്ത് ത്യാഗം സഹിച്ചാലും നീ പഠിച്ചു മിടുക്കനാണെന്നുള്ളത് എന്റെയും എന്റെ മകളുടെയും ആഗ്രഹമാണ്. അങ്കിൾ, ഇപ്പോഴും കാക്കയൊന്നും പിടിക്കണ്ട. മരുമകനായി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി. Am I correct, Daddy? You are correct, my baby. മോളെ, ഒരു പെക്കൂടെ. Request objectionable. പെണ്ണിന്റെ ഒരു രക്ഷയില്ല. മീനാക്ഷി, നീ ഒരു വിശേഷം അറിഞ്ഞോ? ഓ, നിങ്ങളുടെ കമലമ്മയുടെ വിശേഷമായിരിക്കും. നോക്ക്, എപ്പോഴും എന്നെയും കമലമ്മയും ചേർത്ത് കഥ പറഞ്ഞാൽ ഉള്ളിൽ അറം പറ്റും. എന്റെ മനസ്സ് വളരെ ലോലമാണ്. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്ന കാര്യം പറഞ്ഞാട്ടെ. നമ്മുടെ രഘു നാട് വിട്ട് പോകാൻ പോകുന്നു. നന്നായിരിക്കട്ടെ. ഗണപതിക്ക് 100 തേങ്ങ അടിച്ചേക്കാം. നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ അവനോട്? അവൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ എന്റെ മോള് നന്നായി വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലേക്ക്. ആഫ്രിക്കയിൽ കൂടെ പോകാൻ പറഞ്ഞാട്ടെ. 3 വർഷം പഠിപ്പ് കഴിഞ്ഞാൽ അവൻ അമേരിക്കയിൽ തന്നെ ജോലി കിട്ടും. ശമ്പളം സ്റ്റാർട്ടിംഗ് മാസം $3000 എന്ന് വെച്ചാൽ 30,000 രൂപ. 30,000 രൂപയോ? രഘുനോ? അതെ. പിന്നെ ആ ജഡ്ജി ശങ്കരൻ നായരെ ഇന്നലെ വഴി വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ രഘുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാശ. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, നിനക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, നിങ്ങളെപ്പോലെ ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിലും ഇല്ലേ? തങ്കക്കുടം പോലൊരു പെണ്ണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? രഘു പോകുന്നതിന് മുമ്പ് മോതിരം മാറ്റി നടത്തണമെന്നാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അങ്ങനെ മോതിരം മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മോളെ രഘു തന്നെ കല്യാണം കഴിക്കും. ആ ജഡ്ജിയോട് പറഞ്ഞേക്കണം. പിതാവേ, എന്റെ മീനാക്ഷി ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് അവൾ തന്നെ അറിയുന്നില്ലേ? അവൾക്ക് മാപ്പ് കൊടുക്കരുതേ. ഡാഡി, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇരിക്കുന്നു. വണ്ടർഫുൾ. ഇനി ബാക്കി നാടൻ കൂടി കാണാം. വാ. ഓക്കെ. മോനെ രഘു, എന്താ മായി? ഇതൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങളില്ലേ കുഞ്ഞേ? ഞാനെടുത്ത് വെച്ചോളാം. വേണ്ട കുഞ്ഞേ. ഇത്രയും കാലം ഞാൻ അമ്മായിക്ക് ഭാരമായിട്ട് ജീവിച്ചു. ഒരു ഭാരവും ഇല്ല. നീ ഇവിടെ വന്നതിന് ശേഷമാ ശോഭയുടെ അച്ഛന് 4 കേസ് കിട്ടി തുടങ്ങിയത്. കഴിഞ്ഞ ജന്മത്ത് നീ എന്റെ സ്വന്തം മോനായിരുന്നെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നീ ഇവിടെ വരുവോ? മോനെ, നീ എന്റെ കൂടെ വാ. നമുക്ക് കടയ്ക്ക് പോണം. നീ അമേരിക്ക പോവല്ലേ? ഒരു 5-6 നല്ല പാന്റ് കോട്ടും ഒക്കെ വാങ്ങണം. അമ്മായിക്ക് ആള് മാറിപ്പോയോ? എന്നോട് ഇതുവരെ ഒരു ദിവസം പോലും ഇത്ര സ്നേഹമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ സ്നേഹം വെളിയിൽ കാണിക്കത്തില്ല, മനസ്സ് വെച്ചോണ്ടിരിക്കും. അതാ എന്റെ സ്വഭാവം. നീ ശോഭയും എന്റെ 2 കണ്ണുകളാ, അറിയാമോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ ശിഷ്യ ഗുരു. ഓം ശാന്തി. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, എന്റെ മരുമോനാ. മരുമകൻ? ഓ, മരുമകൻ.
തിരിച്ചു വരുമ്പോൾ? മൂന്ന് വർഷം അല്ലേ? അതെനിക്ക് 3 യുഗമായിരിക്കും. ദിവസവും ലെറ്റർ എഴുതണേ? അതെങ്ങനെ സാധിക്കും? ആഴ്ചയിൽ എഴുതാം. ആ, വരുമ്പോ തനിച്ചു തന്നെ വരണം. കൂടെ ഒരു മദാമയും കാണും. മദാമയോ? ആ, അതെ, എന്റെ മനസ്സിലുള്ള മദാമ, മിസ് ശോഭ. എന്നെ എപ്പോഴും കാണണ്ടേ? ഇതാ നമ്മുടെ ഫോട്ടോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ എന്റെ ജീവനുള്ള കാലം വരെ. റെഡി? യെസ്, റെഡി. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പോഴെന്തിനാ ഈ ഫോട്ടോ? ഇനി 3 വർഷം കഴിഞ്ഞല്ലേ രഘുവിനെ എനിക്ക് കാണാൻ സാധിക്കൂ. ശോഭയുടെ ഫോട്ടോ ഞാൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് എവിടെ? എന്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഫോട്ടോ. ഇത് വേറെ ഫോട്ടോ. ചിരിച്ചോണ്ട് നിൽക്കണം. ഇവിടെ തന്നെ നിൽക്കണം. റെഡി? ഇങ്ങനെയാണോ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്? ഇനി നേരെ നിൽക്കാം. റെഡി? സ്മൈൽ. എനിക്ക് ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഓ, വലിയ സ്റ്റൈല്. അമേരിക്ക പോകുന്നെന്നും പറഞ്ഞു വങ്കി കോരിങ്. ചുമ്മാ നേരം പോക്കല്ലേ. ഇനി എത്ര ദിവസം ഞാനിങ്ങനെ തമാശ കാണിക്കും? ഇനി നീ പറയുന്ന പോസിൽ ഞാൻ നിൽക്കാം. വേണ്ട, എനിക്കിപ്പോ മനസ്സിലായി. പ്ലീസ്, എന്റെ തങ്കമല്ലേ, എന്റെ കണ്ണല്ലേ. റെഡി? സ്റ്റഡി നിൽക്കണേ. അടുത്ത് നിൽക്ക. ആരാ? അച്ഛനെ കാണാനാണോ? അല്ല, ശോഭേ. ഇരിക്കൂ. നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. പഴയ ആളല്ല, പുതിയ പാർട്ടിയാ. ശോഭ എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞത്? ഞാൻ കാത്തിരുന്നല്ലോ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അച്ഛൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമില്ലേ മോളെ, ദീപനാളം, അതിന്റെ അവസാനം അടുത്തു. ഇവിടെ അച്ഛൻ നാടകം എഴുതുന്നു, അവിടെ നാടകം അരങ്ങേറുന്നു. വീട്ടിനകത്ത് നാടകം? അതെ. അച്ഛന്റെ ഉർവശി ഭാര്യയെ കാണാൻ കാലത്തൊരാൾ വൈകിട്ടൊരാൾ വരുന്നു, കഥവടയ്ക്കുന്നു. മാനം മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? നിനക്ക് പരീക്ഷ എടുത്തില്ലേ കുഞ്ഞെ? പോയിരുന്ന് പഠിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു മറക്കണ്ട, അടുത്ത ആഴ്ച തീർച്ചയായും വരണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ സൗകര്യം. ഓക്കെ. സോമ, നമുക്ക് വീട് തെറ്റിപ്പോയോടാ. നമ്മുടെ ദാമു ഇത്രയും വലിയ ബംഗ്ലാവോ?
അയ്യോ എന്റെ ദാമോദര, എന്റെ പൊന്നനിയാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ ചേച്ചി ഇതല്ലേ വഴി? അമ്മയ്ക്ക് മതിലിയാടിയല്ലേ പരിചയമുള്ളൂ, നേർവഴിക്ക് പോയി പരിചയമില്ലല്ലോ അമ്മാവ. അമ്മ താഴോട്ട് ഇറങ്ങ. വഴി ശരിക്ക് കാണിച്ചു തരണ്ടടാ. കാല് കാലൊടിഞ്ഞോ അമ്മേ? എന്റെ അമ്മറ കാല്. അമ്മ ചൂടാവല്ലേ? അയ്യോ അകത്തോട്ട് പോയട്ടെ, പോയാ അമ്മേ. അങ്ങോട്ട് ഇരുന്നാട്ടെ ചേച്ചി, ഇരുന്നാട്ടെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ എന്റെ ദാമു. നീ അങ്ങ് ചടച്ചു പോയല്ലോടാ, അല്ലടാ സോമ? അമ്മാവനെ ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചൊരു മനോവേദന ഉണ്ടല്ലോ. എനിക്കും അറിയാം, എന്റെ സോമനും അറിയാം. അമ്മാവ ഇതൊക്കെ പച്ചക്കള്ളമാണ്. അമ്മാവൻ പണക്കാരനായെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് വന്നു. അല്ല, അതിലെന്താ ഒരു തെറ്റ്? അതിലൊരു തെറ്റില്ല. എന്റെ ആങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നു. എടാ ദാമു, ഗീത എവിടെ? അകത്തുണ്ട്. മോളെ ഗീതേ. അയ്യോ മോളെ ഗീതേ. അപ്പച്ചി ഇപ്പൊ വന്നോളൂ എന്റെ കുഞ്ഞെ. ദേ ഇത് ആരാന്ന് നോക്കിക്കേ. അയ്യോ സോമൻ ചേട്ടൻ, നെത്തോലി പോലെ ഇരുന്ന ചേട്ടൻ ഇപ്പൊ കുട്ടിയാലെ പോലെ ആയല്ലോ. മോളെ ചേട്ടനെ വിളിച്ചോണ്ട് ബംഗ്ലാവിൽ കാണിച്ചു കൊടുക്ക. വന്നിട്ട് ചേട്ടാ. ആ ഇനിയിപ്പൊ അവർ രണ്ടുപേരും അല്ലോടാ ഇവിടെ താമസിക്കാൻ പോകുന്നത്. അതെല്ലാം അനുഭവിക്കാൻ പോകുന്നവരുടെ ഭാഗ്യം. സംശയമുണ്ടോ? സോമനിപ്പ ശുക്രദശയാടാ. ചേച്ചിക്ക് 7-2 ശനിയല്ലേ? ഒന്ന് പോടാ, അവന്റെ കളിതമാശ ഇനി മാറിയിട്ടില്ല. എന്താ ഇത്തിരി നേരം നോക്കി നിൽക്കുന്നേ? Please don't disturb me. How sweet you are. എന്റെ മധുരഭാവനകൾക്ക് ഭംഗം വരുത്തരുത്. ആരെ പറ്റിയാ? എന്റെ മുമ്പിലിരിക്കുന്ന ഈ ലഹരി കാളിദാസന്റെ ശകുന്തളയോ? ഒന്നും നിർത്തണേ. ലഹരിക്ക് ഞാനെന്താ കള്ളോ കഞ്ചാവും മറ്റാണോ? അതെ, ഫോറിൻ വിസ്കി, ഐ മീൻ റോയൽ സല്യൂട്ട്. ഇക്കണക്കിന് ചേട്ടൻ എന്നെ ഒരു കുപ്പിക്കകത്താ. സോഡയും വെള്ളവും ഇല്ലാതെ ഒറ്റയടിക്കടി. ഇത് ലൈഫ് ഈസ് ടു എൻജോയ്. മോഹിക്കുക, സ്നേഹിക്കുക, ആനന്ദിക്കുക, ഇതാണ് എന്റെ തീരം. അപ്പോ വിവാഹം, കുടുംബം, ബന്ധം ഇതൊന്നും വേണ്ടേ? അതൊക്കെ പരമം ബോറാണ്. അപ്പോ എന്നോട് അങ്ങനത്തെ സ്നേഹമാണല്ലേ? അത് വേറെ. ഇത് ഇത്രയും കവർച്ചയായ രൂപം ഞാൻ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട, 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. അതിന് വീട്ടിൽ അറിഞ്ഞിട്ട് വേണ്ടേ? ഡോൺ വറി. ഇത് 500 രൂപ. എത്രയോ യുവതികളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ അബോർഷൻ എന്ന് പറഞ്ഞ് ഒരാളെ ഞാൻ തന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ട് വരുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ബൈ. ഓ സോറി സിസ്റ്റർ. ഹൗ സ്വീറ്റ് യു ആർ. താങ്ക് യു. ഞാൻ എത്രയോ പ്രാവശ്യം ഈ ആശുപത്രി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും സുന്ദരിയായ ഒരു സിസ്റ്റർ ഇവിടെ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. വീണ്ടും കാണാം. വരട്ടെ. എന്താ ഇത്ര വലിയ ആലോചന? ഏത് സാമ്രാജ്യം പിടിക്കാനാ? എന്റെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചേ, അവരെ അഭിമാനമുള്ളവരാ. അനിയൻ പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാപ്പി കുടിക്കുന്നത്? അയ്യോ എന്റെ മുഖം പൊള്ളിപ്പോയി. എന്റെ ദൈവമേ, അയ്യോ 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 എന്റെ ദൈവമേ, അയ്യോ. എടാ ആ ദ്രോഹി ശോഭ എന്റെ മുഖത്ത് തിളച്ച കാപ്പി പോരി വെച്ചാ എന്റെ മുഖം പൊള്ളിപ്പോടാ. അയ്യോ എന്റെ കണ്ണ്. ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ല, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ എങ്ങനെ നിന്നുപോയി. ആ പിന്നെ ഞാൻ നിങ്ങളുടെ കിന്നാരം കേൾക്കാൻ വന്നല്ല, ഈ ജനലിന്റെ കമ്പി എത്ര നിന്ന് നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ.
ധൈര്യമായിട്ട് എന്തും ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങി നിന്ന് പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. പൊള്ളി ഒന്ന് ഒടുക്കത്തെ ഫസ്റ്റ് പോകുന്നുണ്ടോ? മുഖം പൊള്ളിയെന്ന് ചോദിച്ചാൽ മതി. നീ ചേച്ചി വിളിച്ചുകൊണ്ട് മരുന്നിട്ട് കൊടുത്തേ. വേണ്ട വേണ്ട, നീ എന്റെ മുഖത്ത് മരുന്നിട്ട് നാളെ എന്റെ മുഖം തന്നെ കാണുകയല്ല. ഞാൻ പറഞ്ഞു തരാമേ. ബാമേ, ആ അമ്മ ധൈര്യമായിട്ട് വാ. ഓ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടാമേ. ഇത്രയും പൈസ ഒക്കെ ആയില്ലേ.